എല്ലാ മാന്യപ്രേക്ഷകർക്കും ചന്ദ്രലേഖയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്നാൽ ചെറിയ പരാജയങ്ങളിൽ പോലും മനസ്സ് തളർന്നു പോകുന്നവരാണ് നമ്മൾ സ്ത്രീകളിലേറെയും. ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാം പ്രചോദനമായി മാറിയ വനിതകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. ലോകമെമ്പാടും ആരാധകരുള്ള പ്രശസ്തമായ പെൺപാവകളാണ് ബാർബി. 1959 ബാർബി പാവകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. മാട്ടേൽ എന്ന അമേരിക്കൻ കമ്പനിയാണ് ബാർബി പാവകൾ നിർമ്മിച്ച് ലോകത്തെ കളിപ്പാട്ട വിപണിയെ കീഴടക്കിയത്. ബാർബി ഡോൾസ് എന്ന ആശയം രൂപപ്പെടുത്തിയത് വ്യവസായിയായ റൂത്ത് ഹാഡ്ലർ എന്ന സ്ത്രീയാണ്. അതിനവർക്ക് പ്രചോദനമായത് ഒരു ജർമ്മൻ ഡോളായ ബിൽഡ് ലില്ലി ആയിരുന്നു. ഹരോൾഡ് മാഡ്സൺ, റൂത്ത് ഹാഡ്ലറുടെ ഭർത്താവ് എലിയറ്റ് ഹാഡ്ലർ എന്നിവർ ചേർന്ന് 1945 സ്ഥാപിച്ച മാട്ടേൽ കമ്പനി കോടികളുടെ ലാഭമാണ് ബാർബിയുടെ നിർമ്മാണത്തിലൂടെ നേടിയത്. 50 കൊല്ലത്തിലധികമായി പാവകളുടെ വിപണിയിലെ പ്രധാന സാന്നിധ്യമാണ് ബാർബി. എണ്ണമറ്റ വിവാദ വിഷയങ്ങളാണ് തന്റെ ചെറിയ വസ്ത്രങ്ങളിലൂടെയും തന്നെക്കുറിച്ചുള്ള അനുകരണങ്ങളിലൂടെയും ബാർബി ഡോൾസിനുള്ളത്. ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായാണ് ബാർബി ഡോൾസ് നിലകൊള്ളുന്നത്. പലവിധ തൊഴിലുകൾ ചെയ്യുന്ന സ്ത്രീകളുടെ രൂപങ്ങളിലും ബാർബി ഡോൾസ് ലഭ്യമാണ്. ഇഫ് there is a will, there is a way. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. കഠിനപ്രയത്നം ചെയ്ത് ജീവിത വിജയം നേടിയ പെൺനക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. ഫാഷൻ ലോകത്തേക്ക് ചുവടുവെക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കൺമണി. വെറും 4.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആ കൊച്ചുമിടിക്ക് ക്യാമറയ്ക്ക് മുൻപിൽ ആദ്യമായി ചുവടുവെക്കുന്നത്. സഭാകമ്പം തെല്ലുമില്ലാതെ തലയുയർത്തിപ്പിടിച്ച് ക്യാറ്റ് വാക്ക് ചെയ്ത് കൺമണി ഫാഷൻ ലോകത്തേക്ക് ചുവടുവെച്ചു. സംവിധായകൻ അനീഷ് ഉപാസനയുടെ സഹോദരൻ അനൂപ് ഉപാസനയുടെയും മഞ്ജുവിന്റെയും മകളാണ് 6 വയസ്സുകാരിയായ കൺമണി. ഈ കൊച്ചു സുന്ദരി ഇന്ന് കൈനിറയെ സിനിമകൾക്കും പരസ്യചിത്രങ്ങൾക്കുമൊപ്പം വേറിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. സൗന്ദര്യ മത്സരവേദികളിലെ മിടുക്കിയായ കൺമണി കോഴിക്കോട് നടന്ന ലിറ്റിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യൻ ഫിനാലെ മത്സരത്തിൽ ജേതാവായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 90 കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിലാണ് കൺമണി ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. ജോർജിയയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ലിറ്റിൽ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനൊരുങ്ങുകയാണ് കൺമണി ഇപ്പോൾ. 4.5 വയസ്സുള്ളപ്പോൾ എറണാകുളത്ത് വെച്ച് നടന്ന കൊച്ചിൻ ഫാഷൻ ഷോയിലാണ് ആദ്യമായി കൺമണി പങ്കെടുക്കുന്നത്. അന്ന് സെക്കൻഡ് റണ്ണറപ്പായി. അത് കഴിഞ്ഞു വന്ന കൊച്ചിൻ ഫ്ലവർ ഷോയിൽ തുടർച്ചയായി ജേതാവായി മാറി കൺമണി. ഫാഷൻ ലോകത്തെ ഈ കൺമണിയുടെ വിശേഷങ്ങൾ കാണാം ചന്ദ്രലേഖയിലൂടെ. ഹായ്, ഞാൻ കൺമണി. ഞാൻ ജോർജിയയിലും പങ്കെടുക്കാൻ പോവാണ് ലിറ്റിൽ മിസ് യൂണിവേഴ്സ് മെയ്യില്. ഞാൻ കുറേ സിനിമകൾക്ക് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ്സ്, നലകമഴം, ബെൻ, ഓലപ്പിപ്പി. ഞാൻ കുറേ സിനിമകളിൽ ശബ്ദമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബെന്ന്, അതിൽ കുറേ ശബ്ദം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓലപ്പിപ്പി 2 ശബ്ദം കൊടുത്തിട്ടുണ്ട്, 2 പേർക്ക്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇപ്പം ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോവാ. ക്യാമ്പ്യൻ പബ്ലിക് സ്കൂൾ മത്സരത്തിൽ പോകുമ്പോൾ പപ്പയും മമ്മിയുമാണ് എൻ്റെ കൂടെ വരാറ്. കോമ്പറ്റീഷന് പോകുമ്പോഴൊക്കെ സാധാരണ ആൾക്കാർക്ക് ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്ക് മാത്രം ടെൻഷൻ. ഞാൻ കൂളായിട്ട് നടക്കും.
കാലിക്കറ്റ് വെച്ച് എനിക്ക് ലിറ്റിൽ മിസ് യൂണിവേഴ്സിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ജോർജിയയിൽ പോണത്. കാലിക്കറ്റ് പോയപ്പോൾ ഞാൻ ഡാൻസ് ചെയ്തു, പാട്ട് പാടി, ഡ്രോ ചെയ്തു. അവിടെ ഒരു ഡോക്ടർ വന്നു, പല്ല് നോക്കാൻ വന്നു, ചിരി നോക്കാൻ വന്നു. പേരെന്താ, ഏത് ക്ലാസ്സിലാ, ഏത് സ്കൂളിൻ്റെ പേരെന്താ, എവിടെയാ വീടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും കുറേ സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചത് എല്ലാവരും കണ്ടിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു എൻ്റെ അടുത്ത്. ടീച്ചേഴ്സും എനിക്ക് കൺഗ്രാറ്റുലേഷൻ തരാറുണ്ട്. ഞാനും കുറേ ആഡ്സും ചെയ്തിട്ടുണ്ട്. 3 വയസ്സ് മുതലാണ് ഞാൻ ആഡ്സും ഷോയും ചെയ്തുകൊണ്ടിരുന്നേ. ഞാൻ 3 വർഷമായിട്ട് കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഞാൻ വിന്നറായിരുന്നു. കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ക്യാറ്റ് വാക്കിലും എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. Test number 53. Title winner, test number 53, Kanmani Upasana. ഒളിപ്പിപ്പിയിലും ഞാൻ അഞ്ജലി ആൻറ്റീൻ്റെ മോളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഒളിപ്പിപ്പിൽ ഞാൻ ബിജു മേനോൻ്റെ കൂടെ അഭിനയിച്ചു. അതിലൊരു കോമഡി ഞാനിങ്ങനെ അമ്മച്ചറിയമ്മ ഞാനും വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ബിജു മേനോന്ന് ഇങ്ങനെ എത്തി നോക്കി. അവർ ദുബായിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ ഞാൻ എത്തി നോക്കിയിട്ട് നേരെ വന്നിട്ട് എൻ്റെ പേര് മായാന്ന് പറഞ്ഞു. അവരൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അത് ഞാൻ പറഞ്ഞു, നേരെ പറഞ്ഞു എൻ്റെ പേര് കൺമണിന്ന്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി, മായ എന്നാണ് എൻ്റെ പേരെന്ന്. പിന്നെ തിരിച്ചു പോയി ഒന്നും കൂടെ എത്തി നോക്കി. പിന്നെ വന്നപ്പോൾ എൻ്റെ പേര് ബിജു മേനോൻ ചോദിച്ച് എന്താ പേരെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മായാന്ന്. അപ്പം ബിജു മേനോൻ ചോദിച്ച് എന്ത് മാങ്ങയാന്ന്. ഒളിപ്പിപ്പിയിൽ എന്നെ വെച്ച് കുറേ സീൻസ് ഉണ്ടായിരുന്നു. ഇനിയും കുറേ സിനിമകൾക്ക് എനിക്കും ആഗ്രഹമുണ്ട്. ഇനിയും വിളിക്കാൻ. ഈ കണ്ണാനന്ദേ ഇനിയും ഈ മാട്ടുമഞ്ഞളേറെ ഇനി മേലരിക്കില്ലേ ഈ രാക്കിനാവിൽ കൂട്ടുചായും പൂനിലാവില്ലേ
നിയമത്തിലുള്ള പരിജ്ഞാനം സ്ത്രീകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. അതിന് സഹായിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആകട്ടെ അടുത്തത്. നമ്മുടെ കുടുംബങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നത് തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാലും ജീവിക്കാൻ വേണ്ട മിനിമം ആത്മവിശ്വാസവും ധൈര്യവും ഇല്ലാത്തവരാണ് എത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഭ്രൂണഹത്യയെ സംബന്ധിച്ച നിയമങ്ങൾക്ക് കേരളത്തിൽ ഒരു പരിധിക്കപ്പുറം പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിരുന്നാലും പെൺകുട്ടികൾ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് ഒരു വിവേചനം അവർ അനുഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെൺകുട്ടികളുടെ ആഹാരം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ പലപ്പോഴും മാതാപിതാക്കൾ വിവേചനം കാണിക്കാറുണ്ട്. ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിനേക്കാൾ നിലവിലുള്ള കല്യാണ മാർക്കറ്റിൽ തിളങ്ങാൻ പാകത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചെടുക്കാനാണ് നമ്മുടെ മാതാപിതാക്കൾ കൂടുതൽ തത്രപ്പെടുന്നത്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീധനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ സാധ്യമല്ല. സ്ത്രീധനം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല വാളാണ്. സ്ത്രീധനം കൊടുക്കാനോ ആവശ്യപ്പെടാനോ കൈപ്പറ്റാനോ പാടില്ല എന്ന നിലയ്ക്ക് നിയമങ്ങളൊക്കെ നിലവിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ നിയമങ്ങളെ ഭയപ്പെട്ട് ആരും തന്നെ ഇതുവരെ സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അത് വാങ്ങാതിരിക്കുകയോ ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും പുരുഷനോടൊപ്പമോ അതിനേക്കാൾ ഒരുപടി മുന്നിലോ നിൽക്കുന്നവരാണ് നമ്മുടെ പെൺകുട്ടികൾ. എന്തിനാണ് സ്ത്രീധനം കൊടുക്കേണ്ടി വരുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. പെൺകുട്ടികൾക്ക് ആൺമക്കളോടൊപ്പം കുടുംബത്തിലുള്ള സ്വത്തിലുള്ള അവകാശം നൽകേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും കല്യാണ മാർക്കറ്റിൽ ഫിക്സ് ചെയ്യുന്ന ഒരു തുകയ്ക്കും ഒരു പണത്തിനും സ്വർണത്തിനും അനുസരിച്ചുള്ള, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുതലവാൾ എന്ന സംഗതി പ്രസക്തമാവുന്നത്. പറഞ്ഞുറപ്പിച്ച തുകയ്ക്കും സ്വർണത്തിനും പോന്ന ഒരു ചെറുക്കനെ സ്വന്തമാക്കുമ്പോൾ പലപ്പോഴും അവൾക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം വീട്ടിലുള്ള അധികാരവും ഇടവുമാണ്. വിവാഹത്തോടെ പിതൃസ്വത്തിൽ ഉള്ള അവകാശങ്ങൾ കൈയൊഴിയേണ്ടി വരുന്ന സ്ത്രീകൾ നിരവധിയാണ്. വാസ്തവത്തിൽ വിവാഹ സമയത്ത് ലഭിക്കുന്ന സ്വർണമായിക്കോട്ടെ ധനമായിക്കോട്ടെ അതെല്ലാം കൈകാര്യം ചെയ്യാൻ നിയമപ്രകാരമുള്ള അവകാശം ഈ പെൺകുട്ടികൾക്കാണ്. പക്ഷേ യഥാർത്ഥ അനുഭവത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. പലപ്പോഴും ഈ ധനം കൈകാര്യം ചെയ്യുന്നത് ഭർത്താവോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ ആയിരിക്കും. പണത്തെ സംബന്ധിച്ച് വളരെ പരിമിതമായ അവകാശങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് നിലവിലുള്ള സമൂഹം നൽകുന്നുള്ളൂ. ഈ സ്ത്രീധനത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ്സിൽ വീട് വയ്പ് എന്ന ഒരു സംഗതി ഒഴിവാക്കിയാൽ നടക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാടാണ് മകളുടെ വിവാഹം. ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് കൈമാറ്റം ചെയ്യുന്നതാകട്ടെ യാതൊരു മുൻപരിചയവുമില്ലാത്ത, ഒരു മുൻധാരണകളുമില്ലാത്ത ഒരു വ്യക്തിയിലേക്കാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ നടന്നിരുന്ന കല്യാണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് നേരിട്ടറിവുള്ള കുടുംബങ്ങളുമായിട്ടാണ് വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കാറ്. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകൾ വഴി ബോധ്യമുള്ള കുടുംബങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ സാഹചര്യമുള്ള കുടുംബങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമുക്ക് നേരിട്ടറിവുള്ള കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങളുമായിട്ടാണ് മുൻകാലങ്ങളിൽ നമ്മുടെ പെൺമക്കളെ അല്ലെങ്കിൽ നമ്മുടെ വിവാഹബന്ധങ്ങൾ പലപ്പോഴും ഉറപ്പിച്ചിരുന്നത്. അവരുടെ സാമ്പത്തികമായതും സാമൂഹ്യമായതും രാഷ്ട്രീയമായതുമായ എല്ലാ സംഗതികളെക്കുറിച്ചും നമുക്കൊരു മുൻധാരണ ഉണ്ടായിരിക്കും. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ ബാധ്യതകൾ, അതല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ കൾച്ചർ, അതിനെ പറ്റിയിട്ട് എല്ലാം നമുക്ക് നല്ല മുൻധാരണയോടുകൂടി ആണ് നമ്മുടെ കരുതൽ ധനം മുഴുവൻ വിവാഹത്തോടു കൂടി അവരെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് പ്രധാനമായും വിവാഹങ്ങൾ നടക്കുന്നത് മാട്രിമോണിയൽ സൈറ്റുകൾ വഴിയും മാരേജ് ബ്യൂറോകൾ വഴിയും അതല്ലെങ്കിൽ വൈവാഹിക പരസ്യങ്ങൾ വഴിയുമൊക്കെയാണ്.
ദൂരദേശങ്ങളിലുള്ള വ്യക്തികളുമായുള്ള ബന്ധം ഇപ്പോൾ വളരെ സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് യാതൊരു വിധത്തിലും നേരിട്ടറിവില്ലാത്ത വെറും കേട്ടറിവുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആണ് നാം ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്നത്. അല്ലെങ്കിൽ ആൺകുട്ടികളായാൽ പോലും വിവാഹബന്ധത്തിലേക്ക് വരുന്നത് വെറും കേട്ടറിവുള്ള ഒരു വ്യക്തിയുമായിട്ടാണ്. ഇതിന് നമ്മുടെ വിവാഹബന്ധങ്ങളിലെ ആ ഒരു സ്ഥായി സ്വഭാവത്തിന് വളരെ നെഗറ്റീവായി ബാധിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാലത്ത് വന്നു ചേരുന്ന ഓരോ ബന്ധങ്ങളും ഒരു സർപ്രൈസ് പാക്ക് പോലെയാണ്. അവരുടെ സാമ്പത്തിക സംസ്കാരത്തെ പറ്റിയൊന്നും നമുക്ക് യാതൊരു ധാരണയുമില്ല. ചില ആളുകൾ നമ്മൾ ഏൽപ്പിക്കുന്ന ധനം ബുദ്ധിപൂർവം സംരക്ഷിക്കുന്നവരായിരിക്കും. ചിലർ അത് വളരെ നന്നായി ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ലാഭത്തിലേക്ക് എത്തിക്കുന്നവരായിരിക്കും. വേറെ ചിലർ അത് ആഡംബരത്തിനും ദൂരത്തിനുമായി ചെലവഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിനായി ഒരു കരുതലെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് കാണാം. നിയമപ്രകാരം അപ്രകാരം നൽകുന്ന ധനത്തിൻ്റെ അവകാശി പെൺകുട്ടി മാത്രമാണെന്നിരിക്കെ അത് അവളുടെ കൈവശം തന്നെ അവൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സകലവിധ അവകാശങ്ങളോടും കൂടി അത് സുരക്ഷിതമായി നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിലുള്ള സകല അവകാശങ്ങളും ഒരു വിവാഹത്തോടു കൂടി ഇല്ലാതാകുന്ന അവസ്ഥയും സ്ത്രീകൾക്ക് ആശാസ്യമല്ല. ആ അവസ്ഥയെ ഒഴിവാക്കേണ്ടതാണ്. വിവാഹബന്ധത്തിന് ഒരു ഉലച്ചിലുണ്ടാവുകയും അതൊരു വേർപിരിയലിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും നെഗറ്റീവായിട്ട് വന്ന് ഭവിക്കുന്നത്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകളുടെ സ്വത്തുക്കൾ മുഴുവൻ പുരുഷൻ്റെ കൈവശമായി പോകുന്നതും അത് തിരികെ ലഭിക്കാൻ സാധിക്കാതെ വരുന്നതുമായിട്ടുള്ള അവസ്ഥകൾ സാധാരണയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവാഹത്തോടനുബന്ധിച്ചുള്ള ധനവിനിയോഗം ബുദ്ധിപരമായി ചെയ്യേണ്ട ഒന്നാണെന്ന് മാതാപിതാക്കൾ വാസ്തവത്തിൽ ഓർമ്മിച്ചിരിക്കേണ്ട ഒന്നാണ്. വളരെ വ്യക്തമായ രേഖകളോടുകൂടി മാത്രമേ ഇത്തരം ധനമിടപാടുകൾ നടത്താവൂ. മാത്രമല്ല ആഭരണങ്ങളുടെ എല്ലാം ബില്ലുകളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്തുന്നത് വ്യക്തമായ രേഖകളോടെ ചെയ്യുന്നതാണ് പുരുഷനായാലും സ്ത്രീക്കായാലും അഭികാമ്യം. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സ്വത്തുവകകൾ തിരിച്ചു കിട്ടുന്നതിനുള്ള നിയമ നടപടികൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ ഫാമിലി കോർട്ട് ആക്ട് പ്രകാരമോ മജിസ്ട്രേറ്റ് കോടതിയിലോ കുടുംബ കോടതിയിലോ ഫയൽ ചെയ്ത് നിവർത്തികൾ നേടാവുന്നതാണ്. എന്നിരുന്നാൽ പോലും വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ തെളിയിക്കപ്പെടാനാവാതെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ്. അതിനെതിരെ നാം ജാഗ്രത പുലർത്തേണ്ടതാണ്. ഈ ആഴ്ചത്തെ പ്രധാന പെൺവാർത്തകൾ കാണാം പെൺമലയാളം സെഗ്മെന്റിലൂടെ. ഈച്ചയരിക്കുന്ന ശരീരമുള്ള ഈ അഗതികളും അമ്മമാരാണ്. ലോകത്തിന്റെ ഏതൊക്കെയോ കോണുകളിൽ ഇവരുടെ മക്കളും ഉറ്റവരും ഉണ്ടാകുമെന്ന് ഇവർക്കറിയാം. ഒപ്പം ആരും തേടി വരില്ലെന്ന വേദനിപ്പിക്കുന്ന സത്യവും. വർഷങ്ങൾക്ക് മുമ്പ് അമ്പലനടയിലെ അഗതി സ്ത്രീകളെ പുനരധിവസിപ്പിക്കാൻ വനിതാ കമ്മീഷൻ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും അതൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെന്ന് ഈ കാഴ്ചകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ 10-12 വയസ്സ്, അവൻ ബോംബെതാ. ഇങ്ങനെ സംസാരം പോവാ. പെറ്റി വളർത്തിയ മകളുടെ അടിപേടിച്ച് അമ്പലമുറ്റത്ത് അഗതിയായി എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. മകള് പിടിച്ച് അടിക്കുക നെന്മാറയില്. അവളുടെ അടി കൊള്ളാൻ വയ്യാണ്ട് ഞാൻ പറഞ്ഞു. അവൾക്ക് രാത്രി തലക്കടിച്ച് കൊന്നിട്ട് കട്ടിൽ നിന്ന് വീണ് ചത്തു എന്ന് പറയും ജനങ്ങളോട് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ജീവനം കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഭഗവാനുണ്ടല്ലോ. ഗുരുവായൂർ ദേവസ്വം അഗതികളെ പുനരധിവസിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് പലതവണ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും പ്രാബല്യത്തിലായിട്ടില്ല. എല്ലാത്തിനും കാഴ്ചകൾ തന്നെ സാക്ഷി.
മോഹന സിംഗ്, ഭാവന കന്ത്, അവാനി ചതുർവേദി. ഇന്ത്യൻ വായുസേനയുടെ ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ള കഠിന പരിശീലനത്തിലാണ് മൂവരും. വായുസേനയുടെ ആദ്യ ബാച്ച് വനിതാ പൈലറ്റുമാരാകാനുള്ള പരിശീലനം പുരോഗമിക്കുകയാണ്. ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിലാണ് ഇവർ പരിശീലനത്തിലേർപ്പെട്ടിരിക്കുന്നത്. താൻ വ്യോമസേനയിൽ ചേർന്നപ്പോൾ ഇത്തരത്തിലൊരു നിയോഗം തനിക്കുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്ന് മോഹന സിംഗ് പറഞ്ഞു. एक्सपीरियंस की बात की जाए तो यहाँ तक की जर्नी काफ़ी यादगार रही. मैंने शायद कभी सोचा नहीं था यहाँ तक पहुँचने का. ഇത്ര വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രേരണ നൽകിയ പരിശീലകർക്ക് അവാനി ചതുർവേദി നന്ദി പറഞ്ഞു. We are going to do training and Air Force is a very good organization and fighter is the thing which defines any Air Force because we are made to fight the war and win the war. പരിശീലനത്തിലേർപ്പെട്ടിരിക്കുന്ന ഭാവന കന്തിന് ഇത് സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷമായിരുന്നു. As far as future is concerned, as of now, we are in a very, very basic stage of training. So, in future, any fighter aircraft for that matter, whatever the institution wants us to go for, whatever is the requirement, I would love to fly any of the aircrafts in the fighter fleets. കഴിഞ്ഞ ജൂലൈ മുതലാണ് ഇവരുടെ പരിശീലനം ആരംഭിച്ചത്. വരുന്ന ജൂണിൽ പരിശീലനം പൂർത്തിയാക്കി മൂവരും സേനയുടെ ആദ്യ വനിതാ പൈലറ്റ് ബാച്ചായി ചേരുമെന്നാണ് സൂചന. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.